Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 8 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിട്ടുള്ള ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്താനുള്ള നിയമത്തിന് ബഹ്റൈൻ പാർലമെന്റ് അംഗീകാരം നൽകി. കഴിഞ്ഞ വർഷം രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ പുറപ്പെടുവിപ്പിച്ച ബഹുരാഷ്ട്ര സംരംഭങ്ങൾക്കുള്ള ആഭ്യന്തര മിനിമം ടോപ്പ് ടാക്സ് നിയമത്തെയാണ് MP-മാർ വോട്ടിനിട്ട് അംഗീകരിച്ചത്. നിർദ്ദിഷ്ട നിയമപ്രകാരം രാജ്യത്ത് 348 ബഹുരാഷ്ട്ര കമ്പനികളിൽ നിന്നായി 130 ദശലക്ഷം ദീനാർ വാർഷിക നികുതി വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആൽ ഖലീഫ പറഞ്ഞു. ഈ വരുമാനം ബഹ്റൈന്റെ സാമ്പത്തിക സ്ഥിതിക്ക് കാര്യമായ സംഭാവനയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെന്റ് ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ 65 മത്സരങ്ങൾ അരങ്ങേറി. ഇന്ത്യൻ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ അന്താരാഷ്ട്ര നിലവാരമുള്ള ബാഡ്മിൻ്റൺ കോർട്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിൽ 350-ലധികം കളിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 ദിവസങ്ങളിലായി 400-ലധികം മത്സരങ്ങൾ 4 കോർട്ടുകളിലായി നടക്കും. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ട്രേഡിംഗ് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് സി താക്കർ, ബഹ്റൈൻ നാഷണൽ ബാഡ്മിൻ്റൺ ടീം കോച്ച് അഹമ്മദ് അൽ ജല്ലാദ്, സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഫിനാൻസ് ആൻഡ് IT അംഗം ബോണി ജോസഫ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, വൈസ് പ്രിൻസിപ്പൽമാരായ G സതീഷ്, പ്രിയ ലാജി, പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈൻ ബാഡ്മിൻ്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷന്റെ അനുമതിയോടെ നടക്കുന്ന കായിക മത്സരം രാജ്യത്തെ ഏറ്റവും വലിയ ബാഡ്മിൻ്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ്. ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ കളിക്കാർ 39 ഇനങ്ങളുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മെയ് 10 നടക്കുന്ന സമാപന ചടങ്ങിൽ ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും ട്രോഫികളും സമ്മാനിക്കും. പെൺകുട്ടികൾക്ക് വഫിയ സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന വടകര താലൂക്കിലുള്ള ഏക വനിതാ കോളേജായ പെരുമുണ്ടശ്ശേരിയിലെ ചേലക്കാട് ഉസ്താദ് സ്മാരക വഫിയ കോളേജിന്റെ പ്രചരണാർത്ഥം ബഹ്റൈനിലെത്തുന്ന നേതാക്കൾക്കുള്ള സ്വീകരണവും സ്നേഹസംഗമവും നാളെ രാത്രി 8 മണിക്ക് മനാമ KMCC ഹാളിൽ വച്ച് നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ചടങ്ങിൽ CIC ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി, ആദർശേരി K മുഹമ്മദ് സാലിഹ്, മുഹമ്മദ് മാടോത്ത് ജനറൽ സെക്രട്ടറി വാഫി വഫിയ, അബ്ദുൾ മജീദ് വാഫി, പ്രിൻസിപ്പൽ വാഫി വഫിയ എന്നിവർ പങ്കെടുക്കും. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ വാഫി വഫിയ ബഹ്റൈൻ ചാപ്റ്റർ കമ്മിറ്റി ഭാരവാഹികളായ ഫൈസൽ കോട്ടപ്പള്ളി, PMA ഹമീദ് അരൂർ, PK ഇസ്ഹാഖ്, ഷൗക്കത്ത് അയ്യുള്ളതിൽ, സൂപ്പി ഹാജി ചെറിയ കക്കാട്ട്, ഇസ്മായിൽ ജംബോ, ഷൗക്കത്ത് കോരങ്കണ്ടി, ജമാൽ കല്ലുംപുറം, റഫീഖ് വണ്ണാങ്കണ്ടി, സാജിദ് അരൂർ എന്നിവർ പങ്കെടുത്തു. കേരളീയ സമാജം ഇൻഡോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ 4ാം എഡിഷന്റെ 3ാം ദിനമായ ഇന്ന് പ്രശസ്ത ഇന്ത്യൻ ക്ലാസിക്കൽ നർത്തകിയും അഭിനേത്രിയുമായ മേതിൽ ദേവിക ഒരുക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും. ഉച്ചില എന്ന് പേരിട്ടിരിക്കുന്ന കഥാവിഷ്കാരമാണ് നൃത്തത്തിന്റെ വൃത്തം. പരിപാടിയുടെ 4ാം ദിനമായ നാളെ പ്രശസ്ത നടിയും നർത്തകിയുമായ ആശാ ശരത്തും മകൾ ഉത്തര ശരത്തും ചേർന്നുള്ള നൃത്തം അരങ്ങേറും. പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഇൻഡോ ബഹ്റൈൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ, ഫെസ്റ്റിവൽ കൺവീനർ പ്രശാന്ത് ഗോവിന്ദപുരം എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. വ്യക്തിത്വ വികസനം, ആശയവിനിമയത്തിൽ വ്യക്തത, ഭാഷാ പ്രാവീണ്യം എന്നിവ പ്രധാന ലക്ഷ്യങ്ങളാക്കി കഴിഞ്ഞ 6 വർഷത്തോളമായി പ്രവർത്തിച്ചുവരുന്ന കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സ്പീക്കേഴ്സ് ഫോറത്തിന്റെ 5ാം സീസൺ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് KSCA ആസ്ഥാനത്ത് നടന്നു. സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് ജയശങ്കർ C നായർ അധ്യക്ഷനായ ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ സോമൻ ബേബി മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSCA പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ, ജനറൽ സെക്രട്ടറി അനിൽ
പിള്ള, സ്പീക്കേഴ്സ് ഫോറം ഉപദേശകൻ വിശ്വനാഥൻ ഭാസ്കർ എന്നിവർ പുതിയ ഭാരവാഹികളെ അഭിനന്ദിച്ച് ആശംസകൾ അറിയിച്ചു. സർജൻ അറ്റ് ആം സതീഷ് ടിവിയുടെ പ്രാർത്ഥനയോടെ സമ്മേളനം ആരംഭിച്ചു. ചടങ്ങിന്റെ അവതാരകനായി ജിഷ്ണു സുരേഷ്, സമയപാലകനായി ഹരിദേവ്, വ്യാകരണ പരിരക്ഷകനായി സാബു പാല, നിമിഷപ്രസംഗ അവതാരകനായി ഷൈൻ നായർ, പൊതുവിലയിരുത്തലിനായി അനീഷ് UK എന്നിവർ പ്രവർത്തിച്ചു. പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് ജയശങ്കർ C. നായർ, വൈസ് പ്രസിഡന്റ് സാബു പാല, സെക്രട്ടറി രഞ്ജു നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി വിനിത വിജയകുമാർ, ജനറൽ കൺവീനർ ഷൈൻ നായർ, വൈസ് പ്രസിഡന്റ് മെമ്പർഷിപ്പ് വിഷ്ണു ദേവദാസ്, ട്രഷറർ ഹരിദേവ്, പബ്ലിക് റിലേഷൻ ഓഫീസർ ജിഷ്ണു സുരേഷ്, സർജൻ അറ്റ് ആം സതീഷ് TV എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പ്രതിനിധിയായി. KSCA സാഹിത്യ വിഭാഗം സെക്രട്ടറി മനോജ് നമ്പ്യാർ സ്പീക്കേഴ്സ് ഫോറം കോർഡിനേറ്ററായി പ്രവർത്തിക്കും. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. വോയിസ് ഓഫ് ആലപ്പി മുഹറക് ഏരിയ കമ്മിറ്റിയുടെ 2025-2026 കാലയളവിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് ദിനാഘോഷത്തോടനുബന്ധിച്ച് 100ഓളം തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകുകയും അവർക്കൊപ്പം മെയ് ദിനം ആഘോഷിക്കുകയും ചെയ്തു. സൽമാനിയയിലെ ACME ക്യാമ്പിൽ നടന്ന പരിപാടി ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് മെമ്പർ ബിജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഗോകുൽ കൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി വൈസ് പ്രസിഡന്റ് അനസ് റഹീം, ചാരിറ്റി വിംഗ് കൺവീനർ അജിത് കുമാർ, ഏരിയ വൈസ് പ്രസിഡന്റ് അതുൽ സദാനന്ദൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ ദേവ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയ സെക്രട്ടറി അൻഷാദ് റഹീം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഏരിയ ട്രഷറർ രാജേഷ് കുമാർ നന്ദി അറിയിച്ചു. വോയിസ് ഓഫ് ആലപ്പിയുടെ ജീവകാരുണ്യ പദ്ധതിയായ സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭക്ഷണ വിതരണം നടത്തിയത്. ബഹ്റിനിലെ സൽമാനിയ എമർജൻസി വിഭാഗം നഴ്സുമാരുടെ സൗഹൃദ കൂട്ടായ്മയായ AEINA നഴ്സ് ഡേ ആഘോഷിച്ചു. സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറൻറ്റിൽ വച്ച് നടന്ന ആഘോഷത്തിൽ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ബഹ്റിൻ പ്രവാസ ജീവിതം കഴിഞ്ഞു പോകുന്ന നഴ്സുമാർക്ക് മെമന്റോയും നൽകി ആദരിച്ചു. ബഹ്റിൻ ലാൽക്കിയേഴ്സ് പ്രതിമാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിൽ വച്ച് ഉത്സവത്തിനിടെ ആനപ്പുറത്തു നിന്ന് വീണ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന മോഹൻലാൽ ഫാൻസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അരവിന്ദന്റെ ചികിത്സയ്ക്കായി ബഹ്റിൻ ലാൽക്കിയേഴ്സ് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച അടിയന്തര ചികിത്സാ ധനസഹായം കൈമാറി. ബഹ്റിൻ ലാൽക്കിയേഴ്സ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് അംഗം നന്ദനാണ് സഹായം കൈമാറിയത്. പ്രസിഡന്റ് FM ഫൈസൽ, സെക്രട്ടറി ഷൈജു കൻപ്രത്ത്, ട്രഷറർ അരുൺ G. നായർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗോപേഷ് അടൂർ, ബിനു കോന്നി, പ്രദീപൻ, വിപിൻ, അരുൺ തൈക്കാട്ടിൽ, വിഷ്ണു വിജയൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പത്തനംതിട്ട മാന്നാർ പരുമല സ്വദേശി ബിനു ദിവാകരൻ ബഹ്റൈനിൽ നിര്യാതനായി. 46 വയസ്സായിരുന്നു പ്രായം. തൊഴിലെടുത്തുണ്ടായ അപകടമാണ് മരണകാരണം. ഭാര്യ സൂര്യ ബിനു ഡൽഹിയിൽ നഴ്സാണ്. ഒരു മകളുണ്ട്. തൃശൂർ ചാവക്കാട് ഒരുമനിയൂർ കമ്പനടി നാരായണന്റെ മകൻ ഹരീഷ് ബഹ്റൈനിൽ നിര്യാതനായി. 27 വയസ്സായിരുന്നു പ്രായം. ഹൃദയാഘാതമാണ് മരണകാരണം. കിങ് ഹമ്മദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്കെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു.